ഹലോ ഗായ്സ്, ഇന്നത്തെ ഒരു ഫ്ലോപ്പായ ഇഡലി കഥയാണ് കേട്ടോ. അപ്പം നൈറ്റ് തന്നെ അരിയൊക്കെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. വൈകിട്ടല്ല, രാവിലെ ആയിരുന്നു അരിയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈകിട്ട് തന്നെ രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അരിയൊക്കെ ആട്ടി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നത് കാരണം അരി നന്നായിട്ട് അരിഞ്ഞിട്ടൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ രാത്രി തന്നെ അരിയൊക്കെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലത്തേക്ക് ഇഡലി ഉണ്ടാക്കാമല്ലോ. ഇഡലി സാമ്പാർ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഒന്നും പറയാനില്ല കേട്ടോ. രാവിലെ ആയപ്പോഴത്തേക്ക് തന്നെ ഇഡലി ഫ്ലോപ്പായി ഗായ്സ്. ഇഡലി എനിക്ക് എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്കറിയാലോ, കഴിക്കാൻ എന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ ഉറപ്പായിട്ടും ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാരണം അത് കഴിക്കാനായിട്ട് വലിയ കല്ല് പോലെ ഉണ്ടായിരുന്നേ. അപ്പോൾ ചവച്ചിട്ട് അങ്ങോട്ട് കടി കൊള്ളുന്നുമില്ല, ഇറക്കാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ ഒരു ഇഡലിയുടെ അവസ്ഥയെന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യം ഒരെണ്ണങ്ങൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഇഡലി കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വരുന്നുണ്ടായിരുന്നു ഗൈസ്. കാരണം അത് കല്ലിനെയും കാട്ടി കഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ വീട് വെക്കണമെങ്കിൽ പാർക്കല്ല് വേണ്ടായിരുന്നു, ഈ ഇഡലി മാത്രം മതിയായിരുന്നു. എനിക്ക് തന്നെ നന്നായിട്ട് ചിരി വരുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഇഡലി എടുത്ത് കൊടുക്കണം ഞാൻ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കഴിക്കാൻ പറ്റത്തേ ഇല്ലായിരുന്നു ഗൈസ്, ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫുൾ ഫ്ലോപ്പായതിൻ്റെ സങ്കടത്തിന് ഇരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ എന്ത് കഴിക്കാനാണല്ലേ. പിന്നെ അതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് 7up എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 7up ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ 7up കുടിക്കുന്നത് അത്ര നല്ലതല്ല ഹെൽത്തിന്, എന്നാലും സങ്കടം മാറണ്ടേന്ന് വെച്ചിട്ട് ഞാൻ അതെടുത്ത് കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇഡലി ഫ്ലോപ്പായ സങ്കടമുണ്ട്, വിശപ്പും ഉണ്ടായിരുന്നു. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചത് നേരെ വീട്ടിൽ പോകല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ കാപ്പി ഇത് മതിയല്ലോ, കാപ്പി കുടിക്കണ്ട, ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് എന്തായാലും ചോറ് കഴിക്കാമല്ലോ എന്ന് വെച്ച് വിഷമിച്ചിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ ടാറ്റാ, ബൈ ബൈ, സീ യു.